നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-നെ ആകെ ഉലച്ച ഒരു സംഭവമാണ് കരുവന്നൂരിലെ തട്ടിപ്പ് കേസ്. അതിലിപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ഓരോ ദിവസം പോകുന്തോറും ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടാൻ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചിരുന്നു. ഇതിന് പിന്നാലെ ED നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാക്കിയിരിക്കുകയാണ്. നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ നിയമപരമായ തടസ്സങ്ങളില്ല എന്ന് ഏപ്രിൽ 15-ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയെയും ED അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിനിർണായക നീക്കം. പണം തിരിച്ചു നൽകാൻ പ്രതികളുടെ ബിനാമി പേരിലുള്ളതടക്കം കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ED. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 54 പ്രതികളുണ്ട്. ഇതുവരെ കണ്ടുകെട്ടിയത് 16 കോടിയുടെ സ്വത്തുക്കളും നിക്ഷേപങ്ങളുമാണ്. സ്വത്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ബിനാമി പേരിലും തട്ടിപ്പിലൂടെ നേടിയ വായ്പാ തുക ഉപയോഗിച്ചും പ്രതികൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരവും ഈ ശേഖരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഈ കേസിലെ നിർണായകമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂസ്വത്തുക്കൾ മറിച്ചു വിറ്റു എന്നൊരു കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുകയാണ്. ഇവ ഉൾപ്പെടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടുക എന്ന നീക്കത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി കടക്കുക. ഇതിലൂടെ പരമാവധി നിക്ഷേപ തുക തിരിച്ചു നൽകുക എന്ന ശ്രമമാണ് EDക്കുള്ളത്. മാത്രമല്ല, ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കാനാണ് ശ്രമം. അതേസമയം നിക്ഷേപം തിരിച്ചു നൽകുന്നതിന് PMLA കോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ച് താൽക്കാലികമായി സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടികൾക്കെതിരെ തടസ്സ ഹർജി സമർപ്പിക്കാൻ പ്രതികൾക്ക് ഈ മാസം 17 വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. പ്രതികൾക്ക് രേഖകളുടെ പകർപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നിക്ഷേപകർ സമർപ്പിച്ച രേഖകളുടെ പകർപ്പുകളാണ് പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപത്തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കരുവന്നൂർ സ്വദേശി മഹാദേവൻ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. 5 കോടി രൂപയുണ്ടായിരുന്ന പാർട്ടിയുടെ ഈ അക്കൗണ്ടിലുള്ളത് കണക്ക് കാണിക്കാത്ത പണമാണെന്ന് കണ്ടെത്തി മരവിപ്പിച്ചിരുന്നു. ഇതേ അക്കൗണ്ടിൽ വീണ്ടും 1 കോടി രൂപ വർഗീസ് നിക്ഷേപിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ബാങ്ക് അധികൃതർ വിവരം നൽകിയതും അതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് തുക പിടിച്ചെടുത്തതും. പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് കഴിയാത്തതിനെ തുടർന്നായിരുന്നു ഈ നടപടിയിലേക്ക് കടന്നത്. പണം എവിടെ നിന്ന് കിട്ടിയതാണ് എന്നതിന്റെ ഒരു രേഖയും CPM നേതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM അധികാരത്തിലിരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തിയ MM വർഗീസ് ജില്ലയിലെ CPMന്റെ ആസ്തി സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലെന്നും വേണമെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്തോട്ടെ എന്നുമായിരുന്നു വർഗീസ് പ്രതികരിച്ചത്. ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ല, പാർട്ടിയുടെ നിലപാടാണോ എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇതേ നിലപാട് തന്നെയാണ് രേഖകളില്ലാത്തതിനാൽ പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ കാര്യത്തിലുമുള്ളത്. ഈ കാര്യത്തിലും പാർട്ടിയുടെ തീരുമാനമാണ് വർഗീസ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.